സൂര്യചന്ദ്ര ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ നോക്കുന്നത് തിരുവാതിര നക്ഷത്രത്തിന്റെ മെയ് 2025 മാസത്തെ ടാരോട്ട് പ്രഡിക്ഷൻസ് ആണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ റിസോണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. ഈ മാസത്തെ ടാരോട്ട് പ്രഡിക്ഷൻസ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, കാർഡുകൾ ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാം. പ്രപഞ്ചശക്തിക്ക് നിങ്ങളോട് എന്തൊക്കെയാണ് സംസാരിക്കാനുള്ളത് നോക്കാം. ആദ്യം വന്നിരിക്കുന്ന കാർഡ് ക്യൂൻ ഓഫ് സോർഡ്സ്, മെജീഷ്യൻ, നൈറ്റ് ഓഫ് കപ്സ്, 8 ഓഫ് പെന്റിക്കിൾസ് ആൻഡ് സ്ട്രെങ്ത് കാർഡ്. മെജീഷ്യൻ ആൻഡ് 8 ഓഫ് പെന്റിക്കിൾസ് ഈ കാർഡുകൾ കരിയറിലുള്ള ഒരു മാനിഫെസ്റ്റേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ ഒരു പ്രോജക്റ്റിൽ നിങ്ങളൊരു ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു കരിയറിൽ വർക്ക് ചെയ്യാനുള്ള എല്ലാ റിസോഴ്സുകളും നിങ്ങൾക്ക് ചുറ്റിലുണ്ട്. നിങ്ങൾ അത് ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച് നിങ്ങളൊരു ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ ചെയ്ത വർക്ക് അത് എക്സിബിറ്റ് ചെയ്യണം, അത് ലോകത്തെ കാണിക്കണം എന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായ എല്ലാം ഇതിൽ ഉണ്ടാവും. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സ്ഥിരതയുണ്ടായിരിക്കുക, യൂണിവേഴ്സിന്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാകും എന്ന് കാർഡ് സൂചിപ്പിക്കുന്നു. ഇനി റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ നൈറ്റ് ഓഫ് കപ്സ് എന്ന കാർഡ് വൈകാരിക ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. നിങ്ങളോട് ആരെങ്കിലുമൊക്കെ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർ സോറി പറയാൻ തയ്യാറായി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു ലവ് പ്രപ്പോസൽ, ഒരു സ്നേഹത്തോടെ സപ്പോർട്ടോടെയൊക്കെ ആയി ആരെങ്കിലുമൊക്കെ വന്നേക്കാം. ഇവിടെ ക്യൂൻ ഓഫ് സോർഡ്സ് എന്ന കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ സ്ട്രോങ് ആയി തീരുമാനങ്ങൾ എടുക്കുക, ഷുഗർ കോട്ടഡ് വാക്കുകളിൽ വീഴാതിരിക്കുക, സത്യം മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. യൂണിവേഴ്സിന്റെ നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ മെസ്സേജ് ആയിട്ട് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് കാർഡാണ്. അതായത് നിങ്ങൾ ഇമോഷണലി വേഴ്സ്റ്റ് ആയിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ശാന്തമായിരിക്കുക. പ്രത്യേകിച്ചും വൈകാരികമായി, അതാണ് ഇമോഷണൽ ആയിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിന്റെ ശക്തി കൊണ്ട് എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അപ്പം നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ സ്വയം വിശ്വസിക്കുക. റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു ബൗണ്ടറി നിശ്ചയിക്കുക, നിങ്ങളുടെ കഴിവ് ലോകത്തെ കാണിക്കുക. ഇതിനെല്ലാം പ്രപഞ്ചശക്തി സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെയാണ് ഈ എല്ലാ കാർഡുകളുടെയും ഒരു സാരാംശമായി വരുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിസോണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.